ഇനി സുനിൽ ചേരുകയാണ്. സുനിൽ, ബാക്കി ചേലക്കരയിൽ പോളിംഗ് ഏറെ പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ ബൂത്തുകളിലും ഇനി ഒരാൾ പോലും ശേഷിക്കുന്നില്ലെന്നാണ് നേരത്തെ സാലി മുഹമ്മദും ഒപ്പം തന്നെ തിയോഫിന് നൽകിയത്. അവസാനത്തെ വോട്ടർ പോലും വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് തിയോഫിന് നൽകിയ വിവരം. സുനിൽ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? അവിടെ ആരെങ്കിലും ഇനി വോട്ട് ചെയ്യാനുണ്ടോ? സിജു, ഞാൻ നിൽക്കുന്നത് വള്ളത്തോൾ നഗർ, അതായത് ചെറുതുരുത്തി ഗ്രാമപഞ്ചായത്ത്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെ അതുപോലെ മുള്ളൂർക്കരയിലുമാണ്. ഇവിടെ രണ്ട് സ്ഥലത്തും പോളിംഗ് പൂർത്തിയായി. ഇനി ആരും വോട്ട് ചെയ്യാനില്ല. കൃത്യം 6 മണിക്ക് തന്നെ എല്ലാ വോട്ടിങ്ങും പൂർത്തിയായിട്ടുണ്ട്. 5:45 തന്നെ അവസാന ക്യൂവിലുണ്ടായിരുന്ന ആളും വോട്ട് ചെയ്ത് പുറത്തേക്ക് പോയി. ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്യുന്ന നടപടികളിലേക്ക് പോവുകയാണ്. ഇത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ഈ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂം ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. അപ്പോൾ അതിന് ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. അതുപോലെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലടക്കം 18, 15 അങ്ങനെ 23 ബൂത്തുകളിൽ നിന്നുള്ള എല്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും ഇവിടേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ മറ്റ് 7 ഗ്രാമപഞ്ചായത്തുകളിലെയും എല്ലാ ബൂത്തിലെയും വോട്ടിംഗ് മെഷീൻ എല്ലാം തന്നെ വ്യക്തമായി പരിശോധിച്ച് സീൽ ചെയ്ത് അതിനുശേഷമാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക്, അതായത് സീൽ ചെയ്യുന്നതിന് മുമ്പ് എല്ലാം ഈ ഏജന്റുമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെ ഇത് കൃത്യമായി പരിശോധന നടത്തി അതിൽ സീൽ ചെയ്ത ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുപോകുന്നത്. ഏതായാലും മറ്റൊരു കാര്യം പ്രധാനമായിട്ട് സിജു സൂചിപ്പിക്കേണ്ടത്, എല്ലാ കേന്ദ്രങ്ങളിലും സമാധാനപരമായിട്ടാണ് വോട്ടിംഗ് നടന്നത് എന്നുള്ളതാണ്. ഒരു സ്ഥലത്തും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമായി തന്നെ പറയാം. കാരണം രാവിലെ മുതൽ തന്നെ നമുക്ക് ഒരു ക്യൂ ഉണ്ടായിരുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രസേന അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിരുന്നു. അതുപോലെ തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. വോട്ടർമാർ വോട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമീകരിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നടപടികളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു കണക്ക് നമുക്കിപ്പോൾ അല്പസമയത്തിന് അപ്ഡേഷൻ വരും. എന്തായാലും 72 അടുപ്പിച്ചായിരിക്കും വരിക എന്നുള്ളതാണ് നമുക്കിപ്പോഴത്തെ ഇനി ബാക്കി വരുന്ന വോട്ടിൻ്റെ ഒരു കണക്ക് വെച്ച് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് 72% അടുപ്പിച്ചായിരിക്കും വരുന്നത്. കഴിഞ്ഞ 2021 ഇതെന്ന് പറയുന്നത് 77.4% പോളിംഗ് ആണ്. ഇപ്പോൾ അതിനടുപ്പിച്ച് തന്നെ വന്ന് നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ 6 മണിക്ക് മുമ്പ് വരെയുള്ള കണക്കനുസരിച്ച് 69.40 എന്നുള്ളതാണ്. അത് ഇപ്പോൾ 6 മണിക്ക് നമുക്ക് 5:35 കണക്കാണ് 69.43% എന്നുള്ളത്.